ഇന്ന് ശ്രീമാൻ സുജിത് ചന്ദ്രനാണ് പത്രവാർത്തകൾ പ്രേക്ഷകരെ അറിയിക്കുന്നത്. ശ്രീമാൻ സുചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. ശ്രീമതി സേതു, ഗുഡ് മോർണിംഗ്. നൈസായിരുന്നു കേട്ടോ. ഓക്കെ ശ്രീമതി, നമുക്ക് പതിവിന് വിപരീതമായിട്ട് ഇന്നത്തെ ഒരു പ്രധാന വാർത്ത അല്പം മുമ്പ് പ്രസാദ് റിപ്പോർട്ട് ചെയ്തത് തന്നെയാണ്. നേപ്പാൾ അവിടുത്തെ പ്രളയമൊക്കെ തന്നെയാണ് വലിയ വാർത്തയെങ്കിലും ദേശാഭിമാനി എടുക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് വലിയ ചർച്ചയാവാൻ പോകുന്നതും അടുത്ത ദിവസങ്ങളിലേക്ക് അനുരണനങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നതുമായ വാർത്ത ഇന്ന് CN മോഹനൻ ദേശാഭിമാനിയിൽ എഡിറ്റ് പേജിൽ CPIക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് എഴുതിയ ലേഖനം തന്നെയാണ്. അതിന് തീർച്ചയായിട്ടും ഇന്ന് തന്നെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഈ CPI ഉപനേതൃ പദവി, പ്രതിപക്ഷ ഉപനേതൃ പദവി ആദ്യം മുതലേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് മുതലേ പരാജയമൊക്കെ അംഗീകരിച്ചതിന് ശേഷം രണ്ട് പാർട്ടികളും അതിനുശേഷം ആദ്യം മുതലേ ഉന്നയിക്കുന്ന വിഷയമാണ്. അതിപ്പോൾ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലെത്തിയിരിക്കുകയാണ്. മുന്നണിയിലും പാർട്ടിയിലുമൊക്കെ പടയൊരുക്കം തുടങ്ങിയിരിക്കുകയാണ്. ഉപനേതൃ പദവിയും CPIയും എന്ന തലക്കെട്ടിലാണ് CN മോഹനൻ ലേഖനം എഴുതിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ അംഗബലം നിയമസഭയിൽ 35 ചുരുങ്ങിയെന്ന് ഇതിൻ്റെ പരിസരമൊക്കെ പറഞ്ഞുകൊണ്ട് ആണ് അദ്ദേഹം തുടങ്ങുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയം CPIഎമ്മിൻ്റെ രാഷ്ട്രീയവും ഭരണപരവുമായിട്ടുള്ള പരാജയമായിട്ടാണ് ഭരണപക്ഷ മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. CPIയും അതേപോലെ തന്നെ വ്യാഖ്യാനിക്കുന്നു എന്ന മട്ടിലാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. നേരിട്ട് അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഇടതുപക്ഷ ഐക്യം ഉയർത്തിപ്പിടിക്കണമെന്നതാണ് തങ്ങളുടെ നിലപാടെന്ന് CPI പറയുന്നു. ഇതനുസരിച്ചാണ് LDFൽ തുടക്കം മുതൽ ഇത്രയും കാലം പങ്കാളിയായി CPI തുടർന്നിരുന്നത്. ഇത് പ്രകാരമുള്ള നിലപാടുകൾ അവരിൽ നിന്ന് വരേണ്ടതുണ്ട്. ഇതിനിടയിൽ മാധ്യമങ്ങളിലൂടെ ഇതിൻ്റെ ന്യായാന്യായങ്ങളിൽ ഏതിൻ്റെ പ്രതിപക്ഷ ഉപനേതാവ് പദവി പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ വിട്ടുകൊടുക്കുന്നത് സംബന്ധിച്ചുള്ള ന്യായാന്യായങ്ങൾ മാധ്യമങ്ങളിലൂടെ വിളമ്പുകയാണ് CPI നേതൃത്വം. ഇതിലെന്തോ ശരിയുണ്ടെന്ന മട്ടിലാണ് മാധ്യമങ്ങളുടെ പ്രചാരണവും. എന്ത് ന്യായത്തിലാണ് ഇതുവരെ തുടർന്നു വന്ന കീഴ്വഴക്കം മറികടന്ന് CPIക്ക് ഉപനേതാവ് പദവി നൽകേണ്ടതെന്ന് CPI നേതൃത്വം ഇതേവരെ വ്യക്തമാക്കിയിട്ടില്ല. ഇക്കാര്യത്തിൽ CPM നേതാവ് പിണറായി വിജയൻ നടത്തിയ ഒരു പരാമർശത്തിൻ്റെ ചുവട് പിടിച്ചാണ് CPI പ്രകോപിതരായത്. കഴിഞ്ഞ ദിവസം ജനയുഗത്തിൽ സത്യൻ മൊകേരി എഴുതിയ ലേഖനത്തെ അടക്കം ഇന്ന് ദേശാഭിമാനിയിൽ എഴുതിയ മറുപടി ലേഖനത്തിലൂടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ വിമർശിക്കുന്നു. ഒപ്പം അടിയന്തരാവസ്ഥ കാലവും അന്ന് കോൺഗ്രസുമായി ചേർന്ന് ഭരിച്ച കാര്യങ്ങളുമൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ലേഖനം അവസാനിക്കുന്നത്. മുഖ്യമന്ത്രി ആരായിരുന്നാലും ഭരണം കോൺഗ്രസിൻ്റെതാണെന്ന് കേരളീയർക്കറിയാം. നേരത്തെയുള്ള കാര്യമാണ്. അടിയന്തരാവസ്ഥ കാലത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കരുണാകരനെ ഈശ്വര വാര്യർ രാമനിലയത്തിൽ കാണുമ്പോൾ മാഷിയുടെ മകൻ ഒന്നും സംഭവിക്കില്ലെന്ന് കരുണാകരൻ പറയുമ്പോൾ ഈശ്വര വാര്യരുടെ കൂടെ പ്രൊഫസർ CR ഓമനക്കുട്ടനും ഉണ്ടായിരുന്നു. അദ്ദേഹം അക്കാര്യം ശവന്തീനികൾ എന്ന ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. രാജനെ മാഷിന് ലഭിക്കുമെന്ന് കരുണാകരൻ ഈശ്വര വാര്യരോട് പറയുമ്പോൾ, അതായത് അന്നത്തെ രാജൻ്റെ കൊലപാതകമടക്കം കസ്റ്റഡി മരണമടക്കം ഒക്കെ വീണ്ടും ചർച്ചയ്ക്കെടുത്ത് വെച്ചുകൊണ്ട് CPIക്കെതിരെ വലിയ പടപ്പുറപ്പാട് തന്നെ നടത്തിയിരിക്കുകയാണ് ദേശാഭിമാനിയിലൂടെ CN മോഹനൻ. ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് LDF കൺവീനർ ഇന്നലെ TP രാമകൃഷ്ണനൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും വിട്ടുവീഴ്ചയ്ക്കില്ല, ഇത് മുന്നോട്ട് തന്നെ ഈ തർക്കമെന്നാണ് ദേശാഭിമാനിയുടെ ഈ ലേഖനത്തിൽ വളരെ പ്രാധാന്യത്തോടെ 4 കോളത്തിൽ ആഞ്ഞടിക്കുന്ന ഭാഷയിൽ തന്നെ എഴുതിയിരിക്കുന്ന ലേഖനം വ്യക്തമാക്കുന്നത്. ദേശാഭിമാനിയുടെ ഈ ലേഖനം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് തന്നെ അതിൻ്റെ വലിയ പ്രതികരണങ്ങൾ ഇരു പാർട്ടികളിൽ നിന്ന് ഒരുപക്ഷെ ഉണ്ടായേക്കാം. മാതൃഭൂമി എടുത്താൽ പ്രതീക്ഷ അകലുന്നു എന്നാണ് ആദ്യ തലക്കെട്ട്. പ്രതീക്ഷ അകലുന്നു എന്ന ഒന്നാമത്തെ വാർത്തയായി തന്നെ അത് പറയണ്ട എന്ന് കരുതിക്കൂടിയാണ് ഇന്ന് ദേശാഭിമാനി എടുത്തത്. പക്ഷേ യാഥാർത്ഥ്യം അംഗീകരിച്ചല്ലേ പറ്റൂ. നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 584. ഇന്നലത്തെ പത്രമടിക്കുന്ന സമയത്തെ മരണസംഖ്യയാണ്. അതിപ്പോഴും ഉയർന്നിട്ടുണ്ടാകാം. 100-ലേറെ ഇന്ത്യക്കാരെ കാണാതായിട്ടുണ്ട്. 10-12ഓളം മലയാളികളും ഇതിൽ ഉൾപ്പെട്ടെന്ന് നമ്മളൊക്കെ ഭയക്കുന്നുണ്ട്. അവിടെ പുതിയൊരു തടാകം ഈ പൊട്ടിയൊലിച്ചു വന്ന മലവെള്ളവും ഹിമപാത അവശിഷ്ടങ്ങളും ഒക്കെ ചേർന്ന് രൂപപ്പെടുത്തിയതിൻ്റെ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിൻ്റെ അണകൾ പൊട്ടിയാൽ, അതായത് അതിൻ്റെ ഈ സ്വയമുണ്ടായ ബണ്ടുകൾ ഇടിഞ്ഞാൽ ഈ പ്രളയം വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണെന്നൊക്കെയുള്ള വലിയ ഭയപ്പാടിലാണ് ഈ മേഖലയാകെ നിൽക്കുന്നത് എന്നുള്ളതും ഇതിനൊപ്പമുണ്ട്. പക്ഷേ അതോടൊപ്പം ഒരു പ്രതീക്ഷയുടെ വാർത്ത കൂടി ചേർത്ത് വയ്ക്കുന്നു. സ്പോർട്സ് പേജിൽ ഗ്രാൻഡ് ആനന്ദം എന്ന തലക്കെട്ടാണ് നമ്മളെല്ലാം ആകർഷിക്കുന്നത്. ഗ്രാൻഡ് ചെസ് ടൂറിൽ ചാമ്പ്യനായി പ്രജ്ഞാനന്ദ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ്. അവിശ്വസനീയമായ തിരിച്ചുവരവിലൂടെയാണ് രമേശ് ബാബു പ്രജ്ഞാനന്ദ ഇന്ത്യൻ ചെസ്സിന് മറ്റൊരു പൊൻതൂവൽ സമ്മാനിച്ചത്. ഏതായാലും ഗ്രാൻഡ് ആനന്ദം എന്ന തലക്കെട്ട് മനോഹരമായിരിക്കുന്നു, ഭാഷാ ഭംഗിയുള്ളതായിരിക്കുന്നു, ആകർഷണീയമായിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. ഇനി മനോരമ എടുത്താൽ മനോരമയിലും നെഞ്ചുലഞ്ഞ് എന്നുള്ളതാണ് പ്രധാന വാർത്ത. നേപ്പാളിനെ തച്ചുടച്ച ദുരന്തം
ദുരന്തം. 584 എന്ന ഡെത്ത് ടോൾ മനോരമയിലും കറുത്ത പശ്ചാത്തലത്തിലെ വെളുത്ത ഫോണ്ടിൽ ആവർത്തിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ തിരഞ്ഞ സ്വപ്നഭൂമിയിൽ പൊന്നാനി സ്വദേശികളായ ബന്ധുക്കളുടെ ഒരു മലയാളി ആംഗിൾ അതിലുണ്ടാകുന്നുണ്ട്. 2482 പേരെയാണ് കാണാനുള്ളതിൽ 320 പേരാണ് ഇന്ത്യക്കാർ. രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമായി മഴ നിലനിൽക്കുന്നു എന്നുള്ള വാർത്തയും അതോടൊപ്പമുണ്ട്. ഒപ്പം സുകുമാരക്കുറുപ്പാണല്ലോ 2 ദിവസമായി വലിയ വാർത്ത. എല്ലാ പത്രങ്ങളിലും വാർത്തയുണ്ട്. മനോരമ അത് മുൻപേജിൽ വയ്ക്കുന്നു. നോർക്കയും സ്ഥിരീകരിച്ചു, സുകുമാരക്കുറുപ്പല്ല, അത് ദാമോദര മേനോൻ. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമം ഉയർത്തിക്കൊണ്ടുവന്ന വാർത്ത സുകുമാരക്കുറുപ്പിനെ കണ്ടെത്തിയിരിക്കുന്നു, ജീവിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ കോളിളക്കവും പ്രകോപനവും ഒക്കെ ഉണ്ടാക്കിയെങ്കിലും പ്രചരിച്ച ചിത്രം ബ്രൂണയിൽ താമസമാക്കിയ തൃശ്ശൂർ സ്വദേശിയുടേത്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ചിത്രം നമ്മളടക്കം എല്ലാ മാധ്യമങ്ങളും അത് വീഡിയോ അടക്കം ഇന്നലെ കൊടുത്തിരുന്നതാണ്. സുകുമാരക്കുറുപ്പല്ല, അത് ദാമോദര മേനോനാണ് എന്ന വാർത്ത. മനോരമയുടെ 4-ാം പേജിലേക്ക് വന്നാൽ പൗരർ സംശയനിഴലിൽ എന്ന GK പിള്ളയുടെ അഭിമുഖം പ്രാധാന്യത്തോടെ ഇന്ന് വായിക്കേണ്ടതുണ്ട്. കാരണം മുൻ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന GK പിള്ള പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് 2 വട്ടം ആലോചനയ്ക്ക് വക നൽകുന്നതാണ്. ജനങ്ങളെ തിരക്കിലാക്കി കേന്ദ്രം രക്ഷപ്പെടുന്നു. പല കാര്യങ്ങളിലാണ്, സെൻസസ് അടക്കമുള്ള കാര്യങ്ങളിൽ, അതേപോലെ വിദ്യാർത്ഥി സമരം അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ത്യൻ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന GK പിള്ള അതിനുശേഷം ഇപ്പോൾ പറയുന്നു, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള ഇടം ഇനിയും ഇന്ത്യയിൽ നഷ്ടപ്പെട്ടിട്ടില്ല. ഹിന്ദു ആയതിനാലാകാം ഞാൻ ആക്രമിക്കുന്നില്ല എന്ന് മനോരമയ്ക്ക് നൽകിയ ആക്രമിക്കപ്പെടുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നത്. മുൻ ആഭ്യന്തര സെക്രട്ടറി ആണെന്ന് ഓർക്കണം. 2011 സെൻസസ് കാലത്ത് താങ്കൾ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ നടക്കുന്ന സെൻസസിനെ കുറിച്ച് വിവാദങ്ങളുണ്ട്. തീർച്ചയായിട്ടും വിവാദങ്ങളുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന വിവരങ്ങൾ ചോദിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. അതിനൊപ്പം ഈ പാസ്പോർട്ട്, ആധാർ തുടങ്ങിയവയുടെ വിവരങ്ങളാണല്ലോ ചോദിക്കുന്നത്. അതായത് പൗരരെ കേന്ദ്രം സംശയനിഴലിലാക്കുകയാണ്. അതേപോലെ ഷൂട്ടിംഗ് നടന്നില്ല എന്നാണ് പാർലമെൻറ്റിൽ ഉൾപ്പെടെ സർക്കാർ പറഞ്ഞത്. ഈ പാറ്റ സമരത്തിൽ പെല്ലറ്റ് ഗൺ പ്രയോഗിക്കുന്നതിനെ ഷൂട്ടിംഗ് എന്നല്ല മറ്റെന്തോ ആണ് വിളിക്കുന്നതെന്ന് അവർ പറയുമായിരിക്കും. ശരിയാണ്, ആരും വെടിയുണ്ടകൾ പ്രയോഗിച്ചില്ല, പെല്ലറ്റ് മാത്രം ഉപയോഗിച്ചു. പക്ഷേ മരണം വരെ സംഭവിക്കാവുന്ന ആയുധമാണ് പെല്ലറ്റ് ഗൺ എന്നടക്കം ആഭ്യന്തര സെക്രട്ടറി രാജ്യത്തിൻ്റെ ഭരണത്തെ കാര്യമായി തന്നെ വിമർശിക്കുന്നത് വലിയ പ്രാധാന്യത്തോടെ കാഴ്ചപ്പാട് പേജിൽ മനോരമ നൽകിയിരിക്കുന്നു. പ്രജ്ഞാനന്ദയുടെ വലിയ നേട്ടത്തിൻ്റെ വാർത്തയെ മനോരമ കൊടുത്തിരിക്കുന്നത് ഇന്ത്യാനന്ദ എന്നാണ്. ഇന്ത്യാനന്ദ ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം പ്രജ്ഞാനന്ദയ്ക്ക് നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ. 380 പിന്നിൽ നിന്ന് പ്രജ്ഞാനന്ദ കിരീടം നേടിയത് 15-13. വാർത്തയൊക്കെ അതുതന്നെയാണ്. പക്ഷേ പ്രജ്ഞാനന്ദം പോലെ തന്നെ അതിനൊപ്പം നിൽക്കുന്ന ഒരു പക്ഷേ അതിന് മേലെ നിൽക്കുന്ന തലക്കെട്ട് ഇന്ത്യാനന്ദ. ആ തലക്കെട്ടിൻ്റെ ഭംഗി കൊണ്ട് വാർത്ത കൂടി എടുത്തു പോയെന്നേ ഉള്ളൂ. മാധ്യമത്തിലേക്ക് വന്നാൽ പാർട്ടിയിലേക്കും എന്നാണ്. ഈ നേപ്പാൾ ദുരന്തമൊക്കെ തന്നെയാണ് പ്രധാന വാർത്ത. അതെല്ലാ പത്രത്തിലും ഉള്ളതുകൊണ്ട് ഉപനേതൃ പദവി ചർച്ച തുടരുമെന്ന് കൺവീനർ, നമ്മൾ ദേശാഭിമാനിയിലാണല്ലോ തുടങ്ങിയത്, പാർട്ടിയിലേക്കും പിണറായിയെ തിരുത്തി TP എന്നുള്ളത്. ഇന്നലെ പിണറായി ഈ ഉപനേതൃ പദവി കൊടുക്കില്ല എന്ന് ഏതാണ്ട് അസന്നിഗ്ധമായി പറഞ്ഞതിന് ശേഷം ചർച്ച തുടരുമെന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞതും, TP രാമകൃഷ്ണൻ പറയുന്നതാണ് ഇടതു നിലപാടെന്ന് ബിനോയ് വിശ്വം പറയുന്നതൊക്കെ ഇന്നലെ വാർത്തയായിരുന്നു. അപ്പോൾ ഈ CPIM-ൽ ഒരു ആശയക്കുഴപ്പവും തർക്കവും രൂപപ്പെടുകയാണ് എന്നാണ് മാധ്യമം പറയുന്നത്. ചർച്ചയാവാം സെറ്റ് എന്ന് പറഞ്ഞിട്ട് TP രാമകൃഷ്ണനും ബിനോയ് വിശ്വവും തമ്മിൽ തംസപ്പ് പറയുന്ന ഒരു കാരിക്കേച്ചറും അതോടൊപ്പമുണ്ട്. ഉപനേതൃ പദവിയിൽ ഇനി ചർച്ചയില്ലെന്നും താൻ്റെ കത്ത് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ എന്നും പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ തീർപ്പിനെ തള്ളി ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ എന്നാണ് വാർത്ത. മാധ്യമത്തിൻ്റെ 6-ാം പേജിലേക്ക് വന്നാൽ ദേശസുരക്ഷ വിൽപ്പനയ്ക്ക് എന്നാണ് മാധ്യമത്തിൻ്റെ നിലപാട് പേജിൽ അവരുടെ ഇന്നത്തെ എഡിറ്റോറിയൽ. രാജ്യത്തിൻ്റെ സുപ്രധാനമായൊരു ആയുധ സാങ്കേതിക വിദ്യ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്നതോടെ അവർക്ക് ഭരണകൂടത്തിൻ്റെ നയതീരുമാനങ്ങളിൽ സ്വാധീനം ചെലുത്താനും ഇടപെടാനുമാകും. US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഈ അപകടം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. രാജ്യസുരക്ഷ മുൻനിർത്തി കേന്ദ്ര പ്രതിരോധ ഗവേഷണ കേന്ദ്രം DRDO വികസിപ്പിച്ച പരമ്പരാഗത മിസൈൽ സാങ്കേതിക വിദ്യ ഇന്ത്യക്കകത്തെ സ്വകാര്യ പ്രതിരോധ ഗവേഷണ സ്ഥാപനങ്ങൾക്കും ആയുധ നിർമ്മാണ കമ്പനികൾക്കും നൽകാനുള്ള നീക്കത്തെ മുഖപ്രസംഗത്തിലൂടെ കഠിനമായ ഭാഷയിൽ രാജ്യസുരക്ഷയെ വിൽപ്പനയ്ക്ക് വയ്ക്കുകയാണെന്ന വലിയ ആരോപണമുയർത്തി ആഞ്ഞടിച്ചെതിർക്കുകയാണ് മാധ്യമം. ഇനി സുപ്രഭാതത്തിലേക്ക് വന്നാൽ ഭീതി നിറഞ്ഞ എന്ന് തന്നെ സുപ്രഭാതത്തിൻ്റെ മുൻപേജിലെ എല്ലാ പത്രത്തിലും ഒന്നാമത്തെ തലക്കെട്ട് ഇത് തന്നെയാണ്. ഒരു ദയനീയമായ ചിത്രം, നേപ്പാളിലെ റാസുവയിൽ പ്രളയബാധിത തുരങ്കത്തിൽ കുടുങ്ങിയയാളെ സൈനികർ രക്ഷിക്കുന്നത്. ഏത് നിമിഷവും പൊട്ടാവുന്ന ഹിമതടാകം ഭീതി തടഞ്ഞ് 584 എന്ന കുറച്ചുകൂടെ നേപ്പാൾ വീണ്ടും പ്രളയഭീതി. മാധ്യമത്തിൽ 579 മരണസംഖ്യ.
584 കുറച്ച് ഇവിടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സംഖ്യയാണ് സുപ്രഭാതത്തിൽ. ഇത് തന്നെയാണെന്ന് തോന്നുന്നു മനോരമയിലും മാതൃഭൂമിയിലും ഉള്ളത്. പേജ് 5 വന്നാൽ കടുപ്പിച്ച് CPI എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ആദ്യം പറഞ്ഞ വിവാദത്തിൻ്റെ തന്നെ വിവിധ ആംഗിളിലുള്ള പലരുടെ പ്രതികരണങ്ങൾ നൽകിയിട്ടുണ്ട് സുപ്രഭാതം. പ്രതിപക്ഷ നേതൃപദവിയിൽ CPI കടുപ്പിക്കുകയാണ്, നിർണായക തീരുമാനത്തിന് സംസ്ഥാന എക്സിക്യൂട്ടീവ് ഉടനുണ്ട്. CPI ഇല്ലാതെ എന്ത് LDF എന്ന് C ദിവാകരൻ പറഞ്ഞത്. CPIയുമായി ചർച്ച ചെയ്യുമെന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞത്. രാമകൃഷ്ണൻ്റെ ഭാഷ LDF ഭാഷയെന്ന് ബിനോയ് വിശ്വം പറഞ്ഞത്. പിണറായിയുടെ പ്രസ്താവനയിൽ CPI കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് എന്ന വാർത്തയും അതോടൊപ്പം സുപ്രഭാതം പറയുന്നു. കേരളകൗമുദിയിലേക്ക് വന്നാൽ ഡൽഹിയിൽ ശ്രീനാരായണ പഠന കേന്ദ്രം സ്ഥാപിക്കുമെന്ന് ഇന്നലെ ജയന്തി സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ വാഗ്ദാനമാണ് അവർ പ്രധാന പേജിലെ തലക്കെട്ടാക്കുന്നത്. ഉൾപേജുകളിലും ഇന്നലെ ചതയമായിരുന്നല്ലോ. സാമൂഹിക മുന്നേറ്റങ്ങളുടെ ശക്തി ഗുരുദർശനമെന്ന് തിരുവഞ്ചൂർ പറഞ്ഞത്. ഗുരുദേവന്റെ നാമത്തിൽ എയർപോർട്ട് വേണമെന്ന് സ്വാമി സച്ചിദാനന്ദ. സ്വതന്ത്ര മതസങ്കല്പത്തിനായി ഗുരു നിലകൊണ്ടുവന്ന് സ്വാമി ശുഭാംഗാനന്ദ പറഞ്ഞത്. ഗുരുദേവനെയും അയ്യങ്കാളിയെയും മോദി അനുസ്മരിച്ചത്. ഗുരുദർശനം മോചനത്തിന്റെ താക്കോലെന്ന് മന്ത്രി ലിജു. ഗുരുദേവനെ കണ്ടറിയാൻ ചെറിയ മനസ്സ് പോരാ സ്വാമി സച്ചിദാനന്ദ എന്ന് തുടങ്ങി ഇന്നലത്തെ ചതയ ദിനത്തിൽ ഗുരുസ്മരണയുടെ വിശദമായ റിപ്പോർട്ടുകൾ കേരള കൗമുദിയിലുണ്ട്. മംഗളത്തിലേക്ക് വളരെ പെട്ടെന്ന് വന്നാൽ സഹായം നിരസിച്ച് നേപ്പാൾ എന്ന മറ്റൊരു ആംഗിളിലാണ് അവർ ഈ നേപ്പാൾ മിന്നൽ പ്രളയത്തിൻ്റെ ദുരന്തത്തിൻ്റെ വാർത്ത നൽകിയിരിക്കുന്നത്. മരണസംഖ്യ 579 ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ രക്ഷാപ്രവർത്തനങ്ങളായി തങ്ങളുടെ സംഘങ്ങളെ അയക്കാൻ സന്നദ്ധത അറിയിച്ചെങ്കിലും നിരസിച്ച് നേപ്പാൾ എന്നാണ്. തങ്ങൾക്ക് ഈ ദൗത്യം കൈകാര്യം ചെയ്യാൻ ശേഷിയുണ്ടെന്നാണ് നേപ്പാളിൻ്റെ വാദം. 2015 ഭൂകമ്പാനന്തര അനുഭവങ്ങളാണ് ഈ തീരുമാനത്തിന് പിന്നിൽ. അന്ന് വിവിധ രാജ്യങ്ങളിലെത്തിയ രക്ഷാപ്രവർത്തന സംഘങ്ങളൊക്കെ സ്വന്തം നിലയിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത് ഒരു ഏകോപനക്കുറവുണ്ടാക്കി. സാമ്പത്തികമായ സഹായം നൽകി. ഭൂകമ്പ ദുരിതാശ്വാസം പണ്ടത്തേത് പാളിയത് പാഠമായി എന്ന് നേപ്പാൾ പറഞ്ഞത് മംഗളത്തിൽ പ്രധാന തലക്കെട്ടാകുന്നു. സേതു.